കഴിഞ്ഞ ദിവസം രാവിലെ കോട്ടയം നിവാസികൾക്ക് നേരം വെളുത്തത് ഞെട്ടലോടെയാണ്. ഇതര സംസ്ഥാന തൊഴിലാളിയായ സോണിയുടെ ഭാര്യയെ കാണാനില്ല. രണ്ടുപേരും ഒന്നിച്ചാണ് എല്ലാ ദിവസവും പണിക്ക് പോകുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസവും രണ്ടുപേരും ഒന്നിച്ചാണ് ജോലിക്കായി പോയത്. എന്നാൽ തിരികെ എത്തിയത് സോണി മാത്രമായിരുന്നു. ഭാര്യയെ കാണാനില്ലെന്നും പറഞ്ഞ് ഇയാൾ തന്നെയാണ് പോലീസിൽ പരാതിയും നൽകിയത്. എന്നാൽ സോണി പരാതിക്ക് ശേഷം ഇയാൾ ഒളിവിൽ പോകുകയായിരുന്നു. എന്നാൽ പിന്നീട് പോലീസ് അന്വേഷിച്ചതിലൂടെയാണ് സോണിയുടെ ഭാര്യയെ കൊന്നതാണെന്നും കൊല ചെയ്തത് ഇയാൾ തന്നെയാണെന്നും തെളിയുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളിയായ സോണി ഭാര്യ അൽപ്പനയെ കൊലപ്പെടുത്തിയത് ഭാര്യയ്ക്കും മറ്റൊരാളുമായി ഉണ്ടായിരുന്ന ബന്ധത്തിന്റെ പേരിലാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. പ്രകാശ് മണ്ഡൽ എന്നയാളുമായി അൽപ്പന സ്ഥിരമായി ഫോണിൽ സംസാരിക്കാറുണ്ടായിരുന്നു. ഇത് സോണിയെ ഏറെ അസ്വസ്ഥനാക്കിയിരുന്നു. ആദ്യം ചെറിയ സംശയമായിരുന്നെങ്കിലും പിന്നീട് അത് വലിയ തർക്കങ്ങളിലേക്കാണ് വളർന്നത്. പ്രകാശിനെ വിളിക്കരുതെന്നും ബന്ധം അവസാനിപ്പിക്കണമെന്നും സോണി പലതവണ ഭാര്യയോട് പറഞ്ഞിരുന്നു. പക്ഷേ അൽപ്പന അത് ഗൗരവമായി എടുത്തില്ല. ദിവസേനയും ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നത് തുടർന്നതോടെ ഇരുവരും തമ്മിൽ നിരന്തരം വഴക്കുകൾ നടക്കാൻ തുടങ്ങി. വീട്ടിൽ ചെറിയ കാര്യങ്ങൾ പോലും വലിയ തർക്കങ്ങളിലേക്ക് മാറുകയായിരുന്നു. അയൽക്കാരും ഇവരുടെ ശബ്ദം പലപ്പോഴും കേട്ടിരുന്നുവെന്നാണ് പറയുന്നത്. ഇതൊക്കെ കൂടി സോണിയുടെ മനസ്സിൽ കടുത്ത വിഷാദവും കോപവും വളർത്തി. ഒടുവിൽ കൊല്ലാൻ പദ്ധതി ഇടുകയായിരുന്നു. സംഭവം നടന്ന ദിവസം പോലും ഇരുവരും തമ്മിൽ തർക്കമുണ്ടായിരുന്നുവെന്നും അതിന് പിന്നാലെയാണ് അൽപ്പനയുടെ ജീവൻ നഷ്ടമായത്.